എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും. ജമാഅത്തെ ഇസ്ലാമിക്കും അവർക്ക് അപ്പർ ഹാൻഡും ഒക്കെയുള്ള UDF ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ BJPക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യണം. BJP ജയിക്കുമോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ആർക്ക് ചെയ്യണം? LDF. ശബരിമല സമരം നടത്തിയിട്ടും BJPക്ക് പച്ച പിടിക്കാതെ പോയില്ലേ? അതിന് കാര്യം എന്താ? പിണറായി വിജയനോടുള്ള ദേഷ്യമാണ് 2019 കാണിച്ചത്. ബട്ട് ഈ ദേഷ്യം വന്ന ആൾക്കാർ BJPക്ക് ചെയ്യണം, അല്ല ചെയ്യണം, അവരല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ പാവം. അപ്പോൾ ഭർത്താവ് പറയും, എടി കഷ്ടപ്പെട്ടതാണ് ഇപ്പം അവർക്ക് കയറി നമ്മൾ വോട്ട് ചെയ്താലുണ്ടല്ലോ പിണറായി ജയിക്കും വീണ്ടും. ഇയാളെ തോപ്പിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അയ്യോ അത് മോശമല്ലേ, എത്ര കഷ്ടപ്പെട്ടതാണ് അവർ. ഇടി കഷ്ടപ്പെട്ടത് വരാൻ പോകുന്ന ഫലം എന്താ? നമുക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുക, അവർ ഇച്ചിരിയുടെ ഒന്ന് വലുതായി വരട്ടെ. ഈ ഫിനോമിനയാണ് 2019 കോൺഗ്രസ് തൂത്തുപെറുക്കി കൊണ്ടുപോകാൻ കാര്യം. അത് ഇത്തവണ നേരെ തിരിച്ച് LDFന് അനുകൂലമാകണം എന്ന് LDF വിചാരിക്കുന്നു. നെഗറ്റീവ് വോട്ട് കോൺഗ്രസിനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള ദേഷ്യം ഹിന്ദുക്കൾ പിണറായി വിജയനെ വോട്ട് ചെയ്ത് തീർക്കും. കുറേ BJP കൊണ്ടുപോകട്ടെ. അല്ല 2, 3, 4, 5 സീറ്റ് കിട്ടിക്കോട്ടെ, എന്നാലും ഭരണം നമുക്ക് കിട്ടുമല്ലോ. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായാൽ അതിൻ്റെ ഗുണം 2 ഗ്രൂപ്പിനും കിട്ടും, LDFനും കിട്ടും, BJPക്കും കിട്ടും. കിട്ടിക്കോട്ടെ BJP. നീ എന്താ? അല്ല അപ്പോൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് നമ്മൾ കാരണമാണെന്നൊക്കെ അത് TV-യിൽ ന്യായം പറയാനല്ലേ? അത് അന്നേരം നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ന്യായം തട്ടിക്കുട്ടി. അതൊന്നും നോക്കണ്ട. ഇപ്പം നമുക്ക് 3-ാം തവണയും ഭരണം പിടിക്കാൻ ആലോചിക്കുക. ഭരണം പിടിച്ചു കഴിഞ്ഞിട്ടല്ലേ TV ചർച്ച. ഭരണം ഇല്ലാതെ നീ എന്ത് ചർച്ച ചെയ്യാൻ പോകും? ഇതുകൊണ്ടാണ് ഗോവിന്ദമാഷ് ഇത് കാളകൂട വിഷയം എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ അവർക്ക് പ്രത്യേകിച്ച് ഇവരോട് ഒരു വിരോധവുമില്ല.